ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് കാണുമ്പോൾ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ? നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ ഉണർത്തുന്ന ചക്ക അടയാണ്. ഇപ്പോൾ ചക്കടയും മാങ്ങയുടെയൊക്കെ കാലമാണല്ലോ അല്ലേ? അപ്പോൾ ഇത് ചക്ക അടയാണ്. ചക്ക കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ചക്ക വരട്ടിയത് കൊണ്ടുണ്ടാക്കിയ ഒരു സൂപ്പറായിട്ടുള്ള ഒരു ചക്ക അട. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കുതിർത്തതാണ്. ഇനി ഇതിനെ ഒന്ന് നന്നായി അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് 4 ശർക്കര, ചെറിയ ശർക്കരയാണ് ഇടുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇടാം. ചക്ക വരട്ടിയതിലും മധുരം ഉണ്ടാവും. ഇതിപ്പോൾ അരച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്കൊന്ന് മാറ്റാം. എന്നിട്ട് അതിനെ നമുക്ക് ബാക്കി ചക്ക വരട്ടിയതും ബാക്കി മിക്സും കൂടി ചെയ്യാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ, നല്ലോണം 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ചക്ക വരട്ടിയത്. ചക്കയുടെ ടേസ്റ്റ് വരണം കേട്ടോ. എന്നാൽ ചക്ക ഒരുപാട് കൂടുതലാവരുത്. ആ പൊട്ടൽ വരും നമ്മുടെ ചക്ക അടയ്ക്ക്. പിന്നെ ഒരു 2 ടീസ്പൂണോളം ചുക്കൻ ജീരകവും കൂടി പൊടിച്ചതാണ് കേട്ടോ. പഞ്ചസാര ചേർത്തി പൊടിച്ചതാണ്. ചുക്കൻ ജീരകത്തിന് പൊടിയാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുക. ഇതിപ്പോൾ കണ്ടോ അരച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മാവിനെ കുറച്ച് ഒഴിച്ചിട്ടാണ് ഞാനതിനെ മിക്സ് ചെയ്യുന്നത്. ഇതൊരു ഇഡ്ലി മാവിൻ്റെ പരുവത്തിലേ ആവാൻ പാടുള്ളൂ കേട്ടോ. ദോശമാവ് മരിയില്ല, ഇഡ്ലി മാവിൻ്റെ പരുവത്തിലാണ് നമ്മുടെ ചക്കടയ്ക്കുള്ള മാവ് റെഡിയാവേണ്ടത്. അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ബേക്കിംഗ് സോഡയും ഒന്നും തന്നെ ആവശ്യമില്ല. ഇതാണ് പരുവം. ഇനി ഇതിലേക്ക് നമുക്ക് ചക്കടയിലത്തെ ഒരു മെയിൻ താരമാണ് കുറച്ച് തേങ്ങാക്കൊത്ത്. ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്തും കൂടിയിട്ട് നന്നായി അതിനെ മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടണം. കാരണം നമ്മുടെ ചക്ക വരട്ടിയതിൽ പൊതുവേ മധുരം ഉണ്ടാവും. ഇനി നമുക്കിത് പൊതിയാനായിട്ട് ഞാനിവിടെ നല്ലോണം വാട്ടിയ ഇലയാണ് എടുക്കുന്നത്. ഇലയില്ലാത്തവർക്ക് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് പരത്താൻ പാടില്ല. ഇതിങ്ങനെ ചെയ്തിട്ട് കുമ്പിൾ ഉണ്ടാക്കുന്ന മാതിരി നമ്മളിതിനെ മടക്കുകയുള്ളൂ. അല്ലാതെ ഇലയടയ്ക്ക് മടക്കുന്ന പോലെയല്ല നമ്മൾ ചക്കടയ്ക്ക് മടക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഒരു വെള്ളം ഒഴിച്ച് സ്റ്റീം ചെയ്തിട്ട് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെക്കാം നമുക്ക്. ഇതിന്നൊരു 12 ചക്കയുടെയൊക്കെ എനിക്ക് കിട്ടി ഇത്രയും ക്വാണ്ടിറ്റിന്ന്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു എയർ കടക്കാനായിട്ട് കുറച്ച് ഇലയുടെ അണ തന്നെ എടുത്തിട്ടാണ് നമ്മൾ അവിടെ ഒരു സെപ്പറേഷൻ വെക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ആവി മുകളിലേക്ക് വരാൻ എളുപ്പമാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും. അപ്പോൾ ഇതങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ അട. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ വേവിക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായി വെന്തിട്ട് ഒരെണ്ണം എടുത്ത് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇലയിൽ നിന്ന് വിട്ട് വരണം ഒന്ന്, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. ഇത് നമുക്ക് വാങ്ങിയെടുക്കാം. ഇലയിൽ പൊതിഞ്ഞ ഏത് ഭക്ഷണത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ? ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ആവിയൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടോ എങ്ങനെയാണെന്ന്. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഈ ചക്കടയും ഭയങ്കര കട്ടിയായി പോകും കേട്ടോ മാവിൻ്റെ. ശർക്കര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ മറക്കരുത്. ഇതാ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കി. ആ ചുക്കും ജീരകവും ചക്കടയൊക്കെ കൂടി മണം നല്ലവണ്ണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ്. നമ്മുടെ വേറെ ഒരു അഡൾട്രേഷനും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാം ചക്ക അട. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.